ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. വീട്ടമ്മമാർക്ക് ഉപകാരപ്പെടുന്ന കുറച്ച് നല്ല നല്ല ടിപ്സുകളും കുക്കിംഗ് വീഡിയോയും ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ എല്ലാവരും കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ സമയം കളയാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആകെ പ്രപഞ്ചങ്ങൾക്കെന്നും നീ നാഥനേ, ആകെയും കാരുണ്യം നൽകും. തേങ്ങ ഇല്ലാതെ തന്നെ രുചികരവും പോഷകസമ്പന്നവുമായിട്ടുള്ള ഒരു ചമ്മന്തി നമുക്ക് തയ്യാറാക്കിയെടുക്കാം. രുചികരമായിട്ടുള്ള ഈ ചമ്മന്തി തയ്യാറാക്കിയെടുക്കുന്നതിനായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നെല്ലിക്കയുടെ കുരു കളഞ്ഞെടുത്ത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ജീരകം, പുതിനയില, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി ചേർത്ത് കൊടുക്കുക. നെല്ലിക്കയുടെ കുരു കളഞ്ഞതിന് ശേഷം 4ആയിട്ട് കട്ട് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. വളരെ രുചികരമായിട്ടുള്ളതും എന്നാൽ വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയതുമായ ചമ്മന്തിയുടെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഒരു പാൻ എടുത്തിട്ട് പാൻ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് എണ്ണ ഒഴിക്കുക. എണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് കടുക്, ഉണക്കമുളക്, കറിവേപ്പില എന്നിവ ചേർത്ത് ഒന്ന് പൊട്ടിച്ചെടുക്കാം. പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന മിശ്രിതം കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കായംപൊടിയും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എണ്ണ തെളിഞ്ഞു വരുന്ന സമയത്ത് തീ ഓഫ് ചെയ്യുക. ഇത് നമുക്ക് വേറൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ചമ്മന്തിയുടെ റെസിപ്പിയാണ്. ദോശയും ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കാനായിട്ടുള്ള മാവ് തയ്യാറാക്കിയെടുത്തിട്ട് അത് നമ്മൾ ഇതുപോലെ കാസറോളിൽ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ പൊങ്ങി കിട്ടുന്നതായിരിക്കും. മാവ് നന്നായിട്ട് തന്നെ പൊങ്ങി വരാനായിട്ട് ഞാനിവിടെ ഇതിൽ വേറെ ഒരു ഇൻഗ്രീഡിയൻസും ചേർത്ത് കൊടുത്തിട്ടില്ല. 2 ഗ്ലാസ് അരിയും 1/2 ഗ്ലാസ് ഉഴുന്നും 1 പിടി ചോറും ചേർത്ത് കൊടുത്തിട്ടാണ് ഈ മാവ് അരച്ചെടുത്തിട്ടുള്ളത്. ഇങ്ങനെ അരച്ചെടുത്തതിന് ശേഷം കാസറോളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഞാനിതിലേക്ക് സ്വല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് കൈകൊണ്ടൊന്ന് യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. യോജിപ്പിച്ചെടുത്തതിന് ശേഷം കാസറോള് അടച്ച് വെച്ചിട്ട് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. തലേ ദിവസം രാത്രിയിലാണ് ഞാനിതുപോലെ തയ്യാറാക്കി വെക്കുന്നത്. പിറ്റേ ദിവസം കാലത്ത് ഉണ്ടാക്കാനായിട്ട് തുറന്ന് നോക്കുന്ന സമയത്ത് ബാറ്റർ നന്നായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ബാറ്റർ നന്നായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബാറ്റർ ഉപയോഗിച്ചിട്ട് നല്ല പൂ പോലെയുള്ള ദോശയോ ഇഡ്ഡലിയോ തയ്യാറാക്കി എടുക്കാനായിട്ട് കഴിയും. അപ്പം ഞാനിവിടെ ഇഡ്ഡലിയാണ് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. ഇഡ്ഡലിയൊക്കെ തയ്യാറാക്കി എടുക്കുന്ന സമയത്ത് ഇഡ്ഡലി പാത്രത്തിൽ നമ്മൾ ഇതുപോലെ വെള്ളം ഒഴിച്ചിട്ടാണല്ലോ ഉണ്ടാക്കിയെടുക്കാറ്. അപ്പോൾ വെള്ളം വറ്റിപ്പോകുന്നുണ്ടോ എന്നറിയാനായിട്ട് ഇതുപോലെ ഒരു കോയിന് അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ വെള്ളം വറ്റിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാനായിട്ട് കഴിയും. ഇതുപോലെ ഒരു കോയിൻ ഇട്ടിട്ട് നമ്മൾ തയ്യാറാക്കിയെടുക്കുകയാണെങ്കിൽ വെള്ളം വറ്റിപ്പോയിട്ട് നമ്മുടെ പാത്രം കരിഞ്ഞു പോകുന്നത് തടയാനായിട്ട് കഴിയും. നരച്ച മുടിയെ കറുപ്പിക്കാൻ സഹായിക്കുന്ന ഒരു എളുപ്പ മാർഗ്ഗമാണ് ഇനി പറയാനായിട്ട് പോകുന്നത്. ഒരു ചട്ടി എടുത്തിട്ട് അതിലേക്ക് കരിഞ്ജീരകം ചേർത്ത് കൊടുക്കുക. ഈ ചട്ടിയിൽ എണ്ണയുടെ അംശം ഇല്ലാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. എണ്ണ ചേർക്കാതെ വേണം കരിഞ്ജീരകം വറുത്തെടുക്കാനായിട്ട്. ചൂടാറിയ ശേഷം തരികളൊന്നുമില്ലാതെ ഇത് നല്ലതുപോലെ പൊടിച്ചെടുക്കുക. ഇനി ഈ പൊടിയിലേക്ക് കാപ്പിപ്പൊടിയും നല്ലെണ്ണയും ചേർത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക. ആവശ്യത്തിന് അയവ് ലഭിക്കുന്നതിനായിട്ട് ഇതിലേക്ക് നല്ലെണ്ണയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. തലമുടി നന്നായി കഴുകി ഉണക്കിയതിന് ശേഷം വേണം ഈ മിശ്രിതം പുരട്ടാനായിട്ട്. നരച്ച ഭാഗങ്ങളിൽ കുറേശ്ശെയായിട്ട് തേച്ച് പിടിപ്പിക്കുക. എന്നിട്ട് 1 മണിക്കൂറിന് ശേഷം സാധാരണ വെള്ളത്തിൽ കഴുകി കളയുക. കഴുകുന്ന സമയത്ത് സോപ്പോ ഷാമ്പുവോ ഉപയോഗിക്കാതിരിക്കുക. നല്ല ഫലം ലഭിക്കാനായിട്ട് ആഴ്ചയിൽ ഒരിക്കൽ 1 മാസം
അടുപ്പിച്ച് ചെയ്യുക. ആദ്യം തന്നെ ഉപയോഗിക്കുന്ന സമയത്ത് മുടിക്ക് നല്ല കറുപ്പ് നിറം കിട്ടില്ല, ഒരു ലൈറ്റ് കളർ മാത്രമേ കിട്ടുകയുള്ളൂ. തുടർച്ചയായി ഉപയോഗിക്കുന്നത് മൂലം നമ്മുടെ മുടിക്ക് നല്ല കറുപ്പ് കളർ തന്നെ കിട്ടുന്നതായിരിക്കും. ഇനി ഞാനിവിടെ ഒരു ഹെയർ ഡൈ തയ്യാറാക്കി എടുക്കുന്നുണ്ട്. അതിനായിട്ട് കരിഞ്ജീരകം നന്നായിട്ട് തന്നെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ചൂടാറിയ ശേഷം അതൊന്ന് പൊടിച്ച് വെക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മൈലാഞ്ചി ഇലയും കറിവേപ്പിലയുമാണ്. അതും ഒന്ന് വറുത്തെടുത്തതിന് ശേഷം തന്നെ പൊടിച്ചെടുക്കുന്നുണ്ട്. ഇനി പൊടികളെല്ലാം മിക്സ് ചെയ്തതിനായിട്ട് ഉപയോഗിക്കുന്നത് കാപ്പിയാണ്. അപ്പോൾ ഇത് തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് പഴക്കം ചെന്ന ഒരു ഇരുമ്പ് ചട്ടി എടുത്തിട്ടുണ്ട്. നന്നായി തന്നെ തുരുമ്പ് പിടിച്ചിട്ടുള്ള ഒരു ചട്ടിയാണ്. ഇതിലേക്ക് കരിഞ്ജീരകം പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് നെല്ലിക്കയുടെ പൊടിയാണ്. അതുകൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം കാപ്പി ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. പൊടികളെല്ലാം ചേർത്ത് നന്നായി യോജിപ്പിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് കറിവേപ്പിലയും മൈലാഞ്ചിയും പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നിങ്ങളുടെ കൈവശം മൈലാഞ്ചിയുടെ പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതിയാകും. ഈ മിക്സ് തയ്യാറാക്കി എടുക്കുന്ന സമയത്ത് അയവ് കുറവാണെങ്കിൽ നമുക്ക് കാപ്പി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ലൂസാക്കി എടുക്കാവുന്നതാണ്. നിങ്ങളുടെ കൈവശം ഇരുമ്പ് ചട്ടി ഇല്ല എങ്കിൽ നമ്മളിത് തയ്യാറാക്കി എടുക്കുന്ന സമയത്ത് തുരുമ്പ് പിടിച്ചിട്ടുള്ള ഒരു ആണിയോ താക്കോലോ ഇട്ട് കൊടുത്താൽ മതിയാകും. പൊടിച്ചെടുക്കുന്ന സമയത്ത് തരി ഇല്ലാതെ തന്നെ പൊടിച്ചെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. കെമിക്കൽ അടങ്ങിയ ഹെയർ ഡൈ ഒക്കെ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് കൂടുതൽ മുടി നരയ്ക്കാനും അതുപോലെ മുടി പൊട്ടിപ്പോകാനൊക്കെയുള്ള സാധ്യതകളുണ്ട്. അതുപോലെ തന്നെ കുറേ ആളുകൾക്ക് അലർജി പ്രോബ്ലം ഉണ്ടാകും. അപ്പോൾ ഇതൊന്നും ഇല്ലാതിരിക്കാനായിട്ട് ഇതുപോലെ നമ്മൾ വീട്ടിലൊക്കെ തയ്യാറാക്കിയിട്ട് ഉപയോഗിച്ച് നോക്കുക. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഞാനിവിടെ ഇതൊന്ന് അടച്ച് വെക്കുന്നുണ്ട്. ഞാൻ തലേ ദിവസമാണ് ഇത് തയ്യാറാക്കി വെച്ചിട്ടുള്ളത്. അപ്പം നേരം വെളുത്തതിന് ശേഷം ഞാൻ എടുത്ത് നോക്കുമ്പോൾ ഇത് നന്നായിട്ട് തന്നെ കറുപ്പ് കളറായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നരച്ച മുടിയുള്ള ഭാഗങ്ങളിൽ തേച്ച് കൊടുക്കാം. മുടിയിൽ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടവർക്ക് അങ്ങനെയും ചെയ്യാവുന്നതാണ്. കെമിക്കലുകൾ അടങ്ങിയ ഹെയർ ഡൈകളൊക്കെ ഉപയോഗിക്കുന്നതിന് പകരം വീട്ടിൽ നാച്ചുറലായിട്ട് ഇതുപോലെയൊക്കെ തയ്യാറാക്കിയിട്ട് ഉപയോഗിക്കുക. ഇങ്ങനെ തയ്യാറാക്കിയിട്ട് നമുക്ക് ആഴ്ചയിൽ ഒരിക്കലൊക്കെ ഉപയോഗിച്ചാൽ മതി. നെറ്റിയുടെ ഭാഗത്തുള്ള മുടിയാണ് നര വന്നിട്ടുള്ളത്. അപ്പം ഞാനിവിടെ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നല്ല റിസൾട്ട് തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ കൂട്ട് നരയുള്ള ഭാഗത്ത് തേച്ച് പിടിപ്പിച്ച് അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം വേണം കഴുകി കളയാനായിട്ട്. നല്ല തണുത്ത വെള്ളത്തിൽ തന്നെ കഴുകി കളയുക. കഴുകുന്ന സമയത്ത് ഷാമ്പുവോ സോപ്പോ ഉപയോഗിക്കാതിരിക്കുക. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇത്രയും നേരം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണുന്നതുവരേക്കും എല്ലാവർക്കും ബായ്.